ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് IT 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ലെറ്റസ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ അധ്യായം 2 പത്രത്താളുകൾ ഒരുക്കാം. ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് നമുക്കൊരു പത്രം തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത്. പത്രങ്ങൾ മാത്രമല്ല, മാഗസിനുകളും അതുപോലെ തന്നെയുള്ള ബ്രോഷറുകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറാക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. നമുക്കിതിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു പത്രം നൽകിയിരിക്കുന്നത് അക്ഷരം എന്ന പേരിലുള്ളൊരു പത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മനോഹരമായ പത്രങ്ങളും മറ്റും തയ്യാറാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്. അപ്പോൾ അതിൽ സാധാരണ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ലാറ്റെക്, അഡോബ് ഇൻസൈഡർ, മൈക്രോസോഫ്റ്റ് പബ്ലിഷർ, ക്വാർക്ക് എക്സ്പ്രസ് തുടങ്ങിയവയെല്ലാം തന്നെ DTP സോഫ്റ്റ്വെയറുകളാണ്. നമ്മൾ ഈ ഒരു ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സ്ക്രൈബസ്. ഈ സ്ക്രൈബസ് ഒരു ഓപ്പൺ സോഴ്സ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആണ്. അപ്പോൾ ഈ സ്ക്രൈബസിലൂടെയാണ് നമ്മൾ ഈ ഒരു പത്രം തയ്യാറാക്കുന്നത്. നമുക്ക് ഈ 9 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്ക്രൈബസ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ സ്ക്രൈബസ് ആദ്യം തന്നെ വരുന്നുണ്ട്. സ്ക്രൈബസിൻ്റെ ആദ്യ പേജിലേക്ക്, ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏത് തരത്തിലുള്ള പേജാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്, എത്ര പേജാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ 2 പേജാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ഇവിടെ 2 എന്ന് കൊടുക്കുന്നു. അതുപോലെ സൈസ് A3 സൈസാണ് തയ്യാറാക്കേണ്ടതെന്ന് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് A3 എന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്ത് സൈസ് A3 എന്നാക്കുന്നത്. അതുപോലെ നമ്പർ ഓഫ് പേജ് 2 എന്നാക്കിയതിന് ശേഷം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ആ ഒരു പേജ് തുറന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻ്റർഫേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഇതിൻ്റെ പേരാണ് ടൈറ്റിൽ ബാർ. ഇവിടെ സ്ക്രൈബസ് എന്ന ടൈറ്റിൽ കാണും. അതുപോലെ നമ്മൾ പേര് ഡോക്യുമെൻറ്റ് 1, പ്രത്യേകിച്ച് നമ്മൾ സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഡോക്യുമെൻറ്റ് 1 എന്ന പേര് കാണും. അതിന് താഴ്വശത്തായിട്ട് ധാരാളം മെനുകൾ കാണുന്നുണ്ട്. ഇതാണ് മെനു ബാർ. അതിൻ്റെ താഴ്വശത്തായിട്ട് ധാരാളം ടൂളുകൾ കാണാം, ടൂൾ ബാർ. അതുപോലെ ഇവിടെ റൂളർ കാണാം. നമുക്കതിൻ്റെ ഓരോ ഷേപ്പുകളുടേതാണെങ്കിലും ചിത്രങ്ങളുടേതാണെങ്കിലും ഒക്കെ അതിൻ്റെ സൈസിനെ കുറിച്ച് നമുക്ക് ധാരണ ലഭിക്കാൻ റൂളർ സഹായിക്കും. മുകൾ ഭാഗത്തുമുണ്ട്, അതുപോലെ ഇടതു ഭാഗത്തുമുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പ്രോപ്പർട്ടീസ് വിൻഡോ. ഈ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ നമ്മൾ ഇത് എടുക്കുന്ന ഷേപ്പുകളാണെങ്കിൽ ഷേപ്പുകളുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് കാണാൻ കഴിയും. അതുപോലെ ഒരു ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് കാണും. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ കണ്ടൻറ്റ് പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ കാണുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ വിൻഡോസിൽ നിന്നും ഇവിടെ 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. മെയിൻ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള F2 പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ ഓരോ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ 2 ടിക്കുകളും അവിടെ നൽകി കഴിഞ്ഞാൽ ആ 2 പ്രോപ്പർട്ടീസും അവിടെ വരുന്നത് കാണാം. ഒരുപക്ഷെ ഇതിനോട് ചേർന്ന് നിൽക്കാതെ ഇതിങ്ങനെ മാറിയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ചേർത്ത് ഒരല്പസമയം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടേക്ക് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അതുപോലെ അടുത്ത പ്രോപ്പർട്ടിയും ഇതുപോലെ ഇങ്ങനെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇത്തരത്തിലുള്ള ഒരു ഷേപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ഷേപ്പ് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷേപ്പ് എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് ഷേപ്പിലേക്ക് വരും. ഈ ഡിഫോൾട്ട് ഷേപ്പിൽ ഈ റെക്റ്റാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്. റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെറിയൊരു റെക്റ്റാങ്കിൾ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഈ റെക്റ്റാങ്കിളുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടീസ് വിൻഡോ ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്, വൈ, അതിൻ്റെ വിഡ്ത്ത് ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് അവിടെ വന്നിട്ടുണ്ട്. പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അളവ് ഇതാണ്. ഹൈറ്റ് 28 മില്ലിമീറ്റർ ആയിരിക്കണം, വിഡ്ത്ത് 145, എക്സ് 14, വൈ 83. ഇപ്പോൾ ഈ ഒരു മെഷർമെൻറ്റാണ് അവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ മെഷർമെൻറ്റുകളൊന്ന് അതിലേക്ക് ഒന്ന് കൊടുക്കാം. എക്സ്പോസസ് എന്നുള്ളത് 14 ആണ്. അതുപോലെ വൈ 83, വിഡ്ത്ത് 145, അതുപോലെ ഹൈറ്റ് 28. അപ്പോൾ ഇത്രയും നൽകിയതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് അവിടെ വരുന്നതായിട്ട് കാണാം. ഇനി ഇതിനുള്ളിലേക്ക് കളറുകൾ നമുക്ക് ഫില്ല് ചെയ്യണം. കളർ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു വിൻഡോയുടെ പ്രത്യേകത ഓരോന്നും ഓപ്പണായി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് നമുക്കൊരു ആശയക്കുഴപ്പം വരുന്നതാണ്. അതുകൊണ്ട് ഓരോ വിൻഡോ ഇപ്പോൾ XYZ എന്ന് പറയുന്ന ആ ഒരു വിൻഡോ നമ്മളിപ്പോൾ ഓപ്പണാക്കി അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഇതിനുള്ളിലേക്ക് കളർ ഫില്ല് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് കളേഴ്സ് എന്നുള്ളതാണ്. ഈ പ്രോപ്പർട്ടീസിൽ തന്നെയുള്ള കളേഴ്സിൽ 2 തരത്തിൽ കാണാം, ഫില്ലുണ്ട്, സ്ട്രോക്ക് ഉണ്ട്. നമുക്കതിൻ്റെ ഉള്ളിൽ മാത്രമാണ് കളർ ഫില്ല് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഫില്ല് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് നോക്കിയാൽ വളരെ കുറച്ച് കളറുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കൂടുതൽ കളറുകൾ വേണമെങ്കിൽ
നമ്മൾ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ്. എഡിറ്റിലേക്ക് വരുന്നു. എഡിറ്റിൽ വന്നതിന് ശേഷം ഇവിടെ കളേഴ്സ് ആൻഡ് ഫിൽസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ള കളറുകൾ നമുക്കിവിടെ കാണാം. അതൊന്ന് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ മെർജ് കളർ സെറ്റ് എന്നുള്ളതിന് താഴെ ഇപ്പോൾ സ്ക്രൈബസ് ബേസിക് എന്നാണ് കാണുന്നത്. സ്ക്രൈബസ് ബേസിക് മാറ്റിയതിന് ശേഷം നമുക്കിവിടെ ഓക്സിജൻ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാം അതിൻ്റെ ഓക്സിജനും ആ ഒരു കളർ സെറ്റുമായി ബന്ധപ്പെട്ട് നിരവധി കളറുകളോട് വന്നിട്ടുണ്ട്. ഇത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ നിരവധി കളറുകൾ ഇവിടെ വരുന്നതായിട്ട് കാണാം. നമുക്കതിലെ ബ്രിക്ക് റെഡ് 4 എന്നുള്ള ഒരു കളർ സെലക്ട് ചെയ്യാണ്. അപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു കളർ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഈ ഉപയോഗം കഴിഞ്ഞ് നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു വിൻഡോ നമ്മളൊന്ന് മിനിമൈസ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുന്ന നമുക്കൊരു എളുപ്പം ഈ ഒരു വിൻഡോ കാണുന്നതിന് സഹായിക്കും. ഇനി നമുക്കിതിൻ്റെ ഈ ഷേപ്പിൽ വ്യത്യാസം വരുത്തേണ്ടത് താഴ്വശത്ത് തന്നെ വീതി കുറഞ്ഞ ഒരു ഷേപ്പാണ്. അപ്പോൾ അത്തരത്തിലൊരു ഷേപ്പ് നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മാർഗം, ഈ ഒരു ഷേപ്പിന് മുകളിലേക്ക് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വേഗത്തിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ മറ്റൊരു വിൻഡോ ആക്റ്റീവായി വരും. നോഡുകൾ എന്ന ഒരു വിൻഡോ ആക്റ്റീവായി വരും. ഇതിൽ പ്രധാനമായും നമുക്കിവിടെ പരിചയപ്പെടുന്ന 3 നോഡുകളാണ്. ആദ്യത്തെ നോഡിൻ്റെ പേരാണ് മൂവ് നോഡ്. ഈ മൂവ് നോഡ് പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ പല തരത്തിലേക്ക് അതിൻ്റെ ഷേപ്പുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി മറ്റൊന്നാണ് ആഡ് നോഡ്. നമുക്കിതിൽ ഓൾറെഡി നിലവിൽ 4 നോഡുകളാണ് ഉള്ളത്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കണമെങ്കിൽ നമുക്കിവിടെ അഡീഷണലായിട്ട് ഒരു നോഡ് ചേർക്കാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് ഈ ആഡ് നോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു നോഡ് അഡീഷണലായിട്ട് വരുന്നത് കാണാം. ആ നോഡിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള ഷേപ്പിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇനി ആ നോഡുകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ഡിലീറ്റ് നോഡ് എന്നുള്ളത്. ഈ ഡിലീറ്റ് നോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോഡുകളെല്ലാം തന്നെ പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലാണ് നോഡുകൾ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളാർന്ന ഷേപ്പുകൾ തയ്യാറാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് വേണ്ടത് ആ താഴ്വശത്ത് വീതി കുറഞ്ഞ ആ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ മൂവ് നോഡ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഈ താഴ്വശത്ത് ഇപ്പോൾ നമുക്ക് കാണാം, താഴ്വശത്ത് നീല നിറത്തിലാണ് ആ നോഡുള്ളത്. ആ നോഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ നോഡിൻ്റെ കളറ് റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ റെഡ് കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നോഡ് സെലക്ട് ആയി എന്നാണ് അർത്ഥം. ഇനി അതിനുശേഷം നമുക്കിവിടെ അതിൻ്റെ വീതി ഇപ്പോൾ 145 വീതി. നമുക്ക് ആ വീതി 120 കൊടുക്കാം. 120 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് താഴ്വശത്തെ വീതി കുറഞ്ഞ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ തന്നെ മറ്റൊരു ഷേപ്പ് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കും വേണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് 2 മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. നമ്മൾ എഡിറ്റിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ്, ഐറ്റത്തിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്, അതിന് നേരെ കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കാം. മറ്റൊരു മാർഗ്ഗമാണ് എഡിറ്റിൽ നിന്നുമുള്ള കോപ്പി എടുത്തതിന് ശേഷം എഡിറ്റിലുള്ള പേസ്റ്റ്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പേസ്റ്റ് എടുക്കുന്ന നമ്മളുടെ വ്യത്യാസം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിയുമ്പോൾ അതിന് താഴ്വശത്ത് ആണ് അതിൻ്റെ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. നമുക്ക് കോപ്പി പേസ്റ്റ് എടുക്കുമ്പോഴുള്ള ഒരു മെച്ചം നമുക്ക് പരിചയപ്പെടാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് കോപ്പി, എഡിറ്റ് പേസ്റ്റ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അതേ അലൈൻമെൻറ്റിൽ തന്നെ വരുന്നുണ്ട്. നമുക്കിനി അത് മൂവ് ചെയ്യാനായിട്ട് കീബോർഡിലുള്ള റൈറ്റ് ആരോ ഉപയോഗിക്കുകയാണെങ്കിൽ അതേ ആ ഒരു അലൈൻമെൻറ്റിൽ തന്നെ നമുക്കതിങ്ങനെ മാറി വരുന്നത് കാണാം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഒരല്പം താഴേക്കാണ് വരുന്നത്. പിന്നെ അതെടുത്ത് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് കോപ്പി പേസ്റ്റ് ആണ് എങ്കിൽ ഇത്തരത്തിൽ അതേ അലൈൻമെൻറ്റിൽ തന്നെ വരുന്നത് കാണാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ച് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ കോപ്പി പേസ്റ്റ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അലൈൻമെൻറ്റ് വീണ്ടും മാറ്റാൻ നിൽക്കേണ്ടതില്ല. അപ്പോൾ അതിന് കീബോർഡിലുള്ള ഈ റൈറ്റ് ആരോ കീ ഉപയോഗിച്ചുകൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കളറ് മാറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് അത് ഒന്ന് തിരിച്ച് വരേണ്ടത്, ഫ്ലിപ്പ് ചെയ്യണം. അതിൻ്റെ ഷേപ്പ് ഈ ഓപ്പോസിറ്റ് വശത്തേക്കൊന്ന് വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കളറ് ചേഞ്ച് ചെയ്യാം. കളറ് ചേഞ്ച് ചെയ്യുന്നതിന് പ്രോപ്പർട്ടീസിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രോപ്പർട്ടീസിലെ കളേഴ്സ് ഓപ്പൺ ചെയ്യുന്നു. കളേഴ്സിലെ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് തിരിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നത് XYZ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ നമ്മൾ തിരിക്കുന്നത്. അതിന് XYZ എന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ XYZൻ്റെ താഴെ 2 ഭാഗങ്ങൾ കാണാം. ഫ്ലിപ്പ് ഹൊറിസോണ്ടലി എന്ന് കാണാം. ഈ ഫ്ലിപ്പ് ഹൊറിസോണ്ടലി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇപ്പുറത്തെ വശത്തേക്ക് വരുന്നുണ്ട്. ഇനി താഴേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തൊട്ട് താഴെ ഫ്ലിപ്പ് വെർട്ടിക്കലി എന്നൊരു ഐക്കൺ കാണാം.
അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഫ്ലിപ്പ് വെർട്ടിക്കലി എന്ന് വരുന്നുണ്ട്. ഇനി ആദ്യത്തെ ഈ ഒരു ഇമേജിൽ അതിൻ്റെ ബാക്ക് വശത്ത്, അതിൻ്റെ പുറകു വശത്ത് ഒരു നിഴൽ വരുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിഴൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ഒരു ബ്രിക്ക് റെഡ് എന്നുള്ള ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് XYZ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. അതിൻ്റെ താഴെ ഡ്രോപ്പ് ഷാഡോ എന്ന് കാണാം. ഈ ഡ്രോപ്പ് ഷാഡോയുടെ താഴെ ഹാഷ് ഡ്രോപ്പ് ഷാഡോ എന്ന് കാണുന്നതിന് ഈ ഒരു ഭാഗത്തൊന്ന് ടിക്ക് കൊടുക്കാം. അപ്പോൾ ടിക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ഷാഡോ അവിടെ വന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ആദ്യത്തെ ഒരു ഡിസൈൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കിനി ഈ വരച്ചിരിക്കുന്നതിന് മുകളിലേക്ക് അക്ഷരം എന്ന പേരിലുള്ള ഒരു പത്രത്തിൻ്റെ പേര് നൽകണം. അതിനുവേണ്ടി ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ടൂളാണ് ടെക്സ്റ്റ് ഫ്രെയിം. ഇപ്പോൾ ടെക്സ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്ന ടി എന്ന് കാണുന്ന ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിം സെലക്റ്റഡ് ആവും. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിം താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്യാം. വലിയ അക്ഷരമായതുകൊണ്ട് ഒരു വലിയൊരു ടെക്സ്റ്റ് ഫ്രെയിം തന്നെ നമ്മൾ വരയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിം വരച്ചു കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആക്റ്റീവായി കാണാം. അതുപോലെ പ്രോപ്പർട്ടീസും ആക്റ്റീവാണ്. നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസാണ് നമുക്ക് വേണ്ടത്. ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലെ ഫോണ്ടിൻ്റെ പേര് നമുക്കൊന്ന് മാറ്റാം. ഈ ഒരു ഭാഗത്ത് നിരവധി ഓപ്ഷനുകളുണ്ട്. ഫോണ്ടിൻ്റെ പേര് കൊടുക്കാം, ഫോണ്ടിൻ്റെ സൈസ്, അതുപോലെ ഫോണ്ടിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാം, അതുപോലെ ഏത് ടെക്സ്റ്റ് ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മലയാളമാണ് വരുന്നത് കൊണ്ട് ഇവിടെ നമുക്കൊന്ന് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ടെക്സ്റ്റ് ലാംഗ്വേജ് മലയാളമാണ്. അതുപോലെ ഇവിടെ ടെക്സ്റ്റ് ഫോണ്ടിന് കളർ കൊടുക്കാം, അതിൻ്റെ സ്ട്രോക്ക് കളർ കൊടുക്കാം, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. നിരവധി ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ തന്നെ ലഭ്യമാണ്. നമുക്കിവിടെ ഫോണ്ടിൻ്റെ പേരൊന്ന് മാറ്റുകയാണ്. റൂബ് എന്ന് പേര് കൊടുക്കുന്നു. അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് 180 എന്നൊരു സൈസിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടേക്ക് ഈ ഒരു ടെക്സ്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്കൊന്ന് കടക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ വേഗത്തിൽ 2 തവണ മൗസ് ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്കാവും. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യേണ്ടത് മലയാളമാണ്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഇംഗ്ലീഷാണ്, നമുക്കിവിടെ കാണാം. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും ചേഞ്ച് ചെയ്യുന്നതിന് ഒരു എളുപ്പമാർഗ്ഗം നമ്മുടെ കീബോർഡിലെ വിൻഡോസിൻ്റെ ഒരു ചിഹ്നമുള്ള ഒരു കീ ഉണ്ട്. അതിനെ വിൻ കീ എന്നാണ് പറയുന്നത്. വിൻ കീ പ്രസ് ചെയ്തതിന് ശേഷം സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ലാംഗ്വേജ് ഇങ്ങനെ മാറ്റിയെടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണ്, നമുക്ക് ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ മലയാളമാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം മലയാളം സെലക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ആ അക്ഷരം ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എന്നുള്ള ആ ഒരു അക്ഷരം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും അക്ഷരങ്ങൾ കാണാതെ കഴിയുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തതിനുള്ളിലേക്ക് വരികയോ ചെയ്തില്ല എങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സൈസിനനുസരിച്ചുള്ള ടെക്സ്റ്റ് ഫ്രെയിം ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരികയാണ്. നമുക്കൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് ഫ്രെയിമിൻ്റെ ഹൈറ്റും അതുപോലെ അതിൻ്റെ വീതിയും ഒക്കെ ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഗതി നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആവശ്യാനുസരണം ഈ ടെക്സ്റ്റ് ഫ്രെയിമിൻ്റെ സൈസ് നമുക്ക് ആവശ്യാനുസരണം ക്രമീകരിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അക്ഷരം എന്നുള്ള ആ ഒരു നിറം അവിടെ, ആ ഒരു ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കളറൊന്ന് മാറ്റേണ്ടതുണ്ട്. കളർ മാറ്റുന്നതിന് വീണ്ടും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ നിലവിൽ ബ്ലാക്ക് എന്നാണ് ഫോണ്ടിന് കളർ കാണുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കളർ ഒരു ബ്രിക്ക് റെഡ് 6 എന്നുള്ള ഈ ഒരു കളറിലേക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ ആ ഒരു കളർ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു ആ ഡ്രോപ്പ് ഷാഡോ നമുക്കൊന്ന് കൊടുക്കണം. ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നതിന് വീണ്ടും നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഫ്രെയിം തന്നെ സെലക്ട് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓപ്പൺ ചെയ്ത വിൻഡോകളൊക്കെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഷാഡോ കൊടുക്കുന്നത് ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലല്ല, പ്രോപ്പർട്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷാഡോ കൊടുക്കാൻ കഴിയുക. പ്രോപ്പർട്ടീസിലേക്ക് വരുന്ന അവിടെ ഡ്രോപ്പ് ഷാഡോ എന്നുള്ള വിൻഡോയ്ക്ക് താഴെ ഈ ഹാഷ് ഡ്രോപ്പ് ഷാഡോ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ക്ലിക്ക് വന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഷാഡോ അവിടെ വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഓരോ ടാബിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ അക്ഷരം എന്നുള്ള ആ ഒരു ഹെഡിങ് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി ഇടത് ഭാഗത്തായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിമുകൾ സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് ഫ്രെയിമുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇടത് ഭാഗത്ത് 2024 ജൂലൈ എന്നും അതുപോലെ 10 എന്നുള്ള ആ ഒരു ടെക്സ്റ്റും താഴെ ആ ഒരു ഡേറ്റ് നമുക്ക് കൊടുക്കാം.
ഇവിടെ ചെറിയ അക്ഷരങ്ങളായതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിം വരച്ചതിന് ശേഷം ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ട് ദേശാഭിമാനി എന്നുള്ള ഒരു ഫോണ്ടാണ്. ഇപ്പോൾ നമ്മളുടെ കീബോർഡ് മലയാളമായതുകൊണ്ട് അവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ആവേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കീബോർഡിലേക്ക് വന്നിട്ട് ആ ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. അതിനുശേഷം വേണം ഈ ദേശാഭിമാനി എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് ഒരു 20 നമ്മൾ കൊടുക്കുന്നത്. ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. വീണ്ടും ഈ ടെക്സ്റ്റ് ബോക്സിലേക്ക് വരുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ നിൽക്കുന്ന കീബോർഡ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അത് മലയാളത്തിലേക്കൊന്ന് മാറ്റാം. കീബോർഡിൽ വിൻഡോസ് കീയും സ്പേസ് ബാറും ക്ലിക്ക് ചെയ്തുകൊണ്ട് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി അതവിടെ ടൈപ്പ് ചെയ്യാം. 2024 ജൂലൈ. ഇനി മറ്റൊരു ടെക്സ്റ്റ് ഫ്രെയിം എടുത്തതിന് ശേഷം നമുക്കിവിടെ താഴെ 10 എന്നുള്ളത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉറൂബ് എന്ന ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോണ്ട് നമുക്കൊന്ന് മാറ്റാം. ഫോണ്ട് മാറ്റുന്നതിന് ഇംഗ്ലീഷിലേക്കൊന്ന് കീബോർഡ് മാറ്റേണ്ടതുണ്ട്. വിൻഡോസ് കീ പ്രസ് ചെയ്ത ഉടൻ തന്നെ സ്പേസ് ബാർ പ്രസ് ചെയ്യണം. അതല്ലാതെ വെറുതെ വിൻഡോസാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വിൻഡോകളായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വിൻഡോസ് കീ പ്രസ് ചെയ്തതിന് ശേഷം സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ഫോണ്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫോണ്ട് ഏതാണെന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. നമുക്കിവിടെ റൂബ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് 80 എന്ന് കൊടുക്കുകയാണ്. ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം 10 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെയും കളറ് നമുക്ക് റെഡ് കളറാണ് വേണ്ടത്. ഇപ്പോൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് വരുന്നു. ഇതിലെ കളേഴ്സിൽ ബ്ലാക്ക് എന്നുള്ളത് മാറ്റി റെഡ് എന്നുള്ളതായിട്ട് കൊടുക്കുന്നു. ഇനി അതിൻ്റെ താഴ്വശത്ത് നമുക്ക് ഏതാണ് ദിവസം എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്യണം. അതിന് വീണ്ടും ഇതേ മാർഗ്ഗം തന്നെ ഉപയോഗിക്കുകയാണ്. ഈ ടെക്സ്റ്റ് ഫ്രെയിമുകളൊന്ന് മൂവ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അപ്പ് ആരോ ഉപയോഗിച്ചുകൊണ്ട് അതിന് നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഇനി അതിന് താഴെ ബുധൻ എന്നുള്ള ഒരു ഫോണ്ടാണ്, ഒരു ടെക്സ്റ്റാണ് വരേണ്ടത്. അതിന് വീണ്ടും നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിം എടുക്കാം. ടെക്സ്റ്റ് ഫ്രെയിം എടുത്തതിന് ശേഷം താഴെ ഒന്ന് വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്കും നമുക്ക് വേണ്ടത് ദേശാഭിമാനി ഫോണ്ടിൽ 20 ടെക്സ്റ്റ് സൈസിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് സൈസ് 20 ആക്കി നൽകുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഫ്രെയിമിലേക്ക് വീണ്ടും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ബുധൻ എന്നവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ടൂൾ ബാറിലെ ഈ കണ്ണിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രിവ്യൂ മോഡിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിവിടെ കുറച്ച് അലൈൻമെൻറ്റുകളൊന്ന് ചേഞ്ച് വരുത്തണം. ഈ ബുധൻ എന്നുള്ള അലൈൻമെൻറ്റൊക്കെ തന്നെ മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അലൈൻമെൻറ്റുകൾ നമുക്കൊന്ന് മാറ്റാനായിട്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് ആരോ കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമായിട്ട് വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ അക്ഷരം എന്നുള്ളതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ലൈൻ നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ഒരു ലൈൻ ചേർക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ ടൂൾ ബാറിൽ ലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ താഴേക്കൊന്ന് വരയ്ക്കുകയാണ്. ഇപ്പോൾ വരയ്ക്കുന്ന സമയത്ത് കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അതൊരു കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ താഴേക്ക് വരുന്നതായിട്ട് കാണാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതേ അക്ഷരം തന്നെ ഈ ഒരു ലൈൻ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെയും ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി എടുക്കുന്നു, കോപ്പി വീണ്ടും എഡിറ്റ് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കവിടെ അതിൻ്റെ മുകളിൽ തന്നെയാണ് ഈ കോപ്പി പേസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി കീബോർഡിൽ റൈറ്റ് ആരോ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേ അലൈൻമെൻറ്റിൽ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ട് കാണാം. നമുക്ക് അലൈൻമെൻറ്റുകൾ ആവശ്യാനുസരണം നമുക്കിപ്പോൾ ഈ അക്ഷരം എന്നുള്ളതൊരു അല്പം കൂടി ലെഫ്റ്റിലേക്കൊന്ന് മാറ്റുകയാണ്. അപ്പോൾ രണ്ട് വശത്തും അതിൻ്റെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ട് മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങൾ ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തൊരു QR കോഡ് വേണ്ടതുണ്ട്. ഇപ്പോൾ QR കോഡിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഇതിൻ്റെ മുകൾ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാർകോഡ് എന്ന് കാണാം. ഈ ബാർകോഡിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ബാർകോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബാർകോഡ് ഫാമിലി എന്ന് കാണാം. ഈ ബാർകോഡ് ഫാമിലിയിൽ 2 ഡയമെൻഷണൽ സിമ്പിൾസ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നമുക്കിവിടെ QR കോഡ് എന്ന് കാണാം. ഈ QR കോഡിലെ കണ്ടൻറ്റ് നമ്മളുടെ സ്കൂളിൻ്റെ ഒരു QR കോഡാണ് അവിടെ വരേണ്ടത്. അപ്പോൾ സ്കൂളിൻ്റെ പേരുള്ള ഒരു ലിങ്ക് ഇവിടെ നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ QR കോഡായിരിക്കും താഴെ വരിക. അതിനുവേണ്ടി നമ്മുടെ സ്കൂൾ വിക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഗൂഗിൾ ക്രോമിലേക്കൊന്ന് കടന്നതിന് ശേഷം
ഇതൊരു സ്കൂൾ വിക്കിയുടെ ഒരു പേജാണ്. ഇതിൻ്റെ ഈ ഒരു ലിങ്ക് നിന്ന് നമ്മൾ കോപ്പി ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ സ്ക്രൈബസിലേക്ക് തിരിച്ചു വരാം. ഇനി കണ്ടൻറ്റ് എന്ന ഭാഗത്ത് ഇതൊന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ പേസ്റ്റ് ചെയ്യുന്നത് അതിന് ആനുപാതികമായിട്ടുള്ളൊരു QR കോഡാണ് താഴെ ജനറേറ്റായി വന്നിട്ടുള്ളത്. നമുക്കിതിൽ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാം ഒരു ഷേപ്പിലേക്ക് നമ്മുടെ മൗസ് വന്നിട്ടുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് അവിടെ ആ ഒരു QR കോഡ് അവിടെ പേസ്റ്റായി വരുന്നത് കാണാം. ഇനി ഇതിൻ്റെ ആ ഒരു സൈസ് ഒന്ന് ക്രമീകരിക്കണമെങ്കിൽ ഈ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ കോർണറിലൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആനുപാതികമായ സൈസിൽ തന്നെ അത് വരുന്നതായിട്ട് കാണാം. മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കീബോർഡിലെ ആരോ കീകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നമുക്കത് മൂവ് ചെയ്യാം. ഇപ്പോൾ ഈ കൺട്രോൾ കീ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു റേഷ്യോ മാറ്റം വരാതെ തന്നെ നമുക്കവിടെ വരുന്നതായിട്ട് കാണാം. ഇനി ഈ അലൈൻമെൻറ്റുകളെല്ലാം തന്നെ കൃത്യമാണോ, ഈ ബുധൻ എന്നുള്ളതും അക്ഷരം അതുപോലെ ഈ QR കോഡ് ഇതെല്ലാം തന്നെ ഒരു അലൈൻമെൻ്റ് ആണോ എന്നറിയാനായിട്ട് നമുക്കൊരു മാർഗ്ഗമുണ്ട്. ഈ റൂളറിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് താഴേക്ക് ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ലൈൻ താഴേക്ക് വരുന്നതായിട്ട് കാണാം. ഇതിനെ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു അലൈൻമെൻറ്റിലേക്ക് എല്ലാം തന്നെ നമുക്കൊന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഈ QR കോഡ് സെലക്ട് ചെയ്തിട്ട് QR കോഡ് ഒന്ന് ഈ ഒരു ലൈനിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ അക്ഷരം എന്നുള്ളത് ഈ ഒരു അലൈൻമെൻറ്റിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നു. അതുപോലെ ഈ ബുധൻ. ഇനി ഇതിൻ്റെ മുകൾ അലൈൻമെൻറ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മുകൾ ഭാഗത്തേക്ക് ഒന്ന് പോകാം. ഇവിടെയും ഇത്തരത്തിൽ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൈൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു അലൈൻമെൻറ്റ് കൃത്യമാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴ്വശത്ത് 2 ലൈനുകളാണ് വേണ്ടത്. അതിന് ലൈൻ ടൂൾ വീണ്ടും നമ്മൾ ഉപയോഗിക്കുകയാണ്. ഈ ലൈൻ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ കൺട്രോൾ കീ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒന്ന് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരുന്നതായിട്ട് കാണാം. ഇനി ഇതിൻ്റെ മറ്റൊരു ലൈൻ കൂടി നമുക്ക് താഴേക്ക് വരയ്ക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് അതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണ്. Ctrl+C Ctrl+V. അപ്പോൾ ഷോർട്ട് കട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഡിസൈൻ ചെയ്യുന്നതിന് നല്ലത്. അപ്പോൾ ഞാൻ Ctrl+C Ctrl+V ചെയ്ത് കഴിഞ്ഞപ്പോൾ കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട്. അത് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ എഡിറ്റിലേക്ക് ചെന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഐറ്റത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. ഏതാണ് കൺവീനിയൻറ്റ് അതിനനുസരിച്ച് അത് ചെയ്യാം. ഞാനിപ്പോൾ ഷോർട്ട് കട്ടായിട്ട് Ctrl+C Ctrl+V ഉപയോഗിച്ചു, അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആരോ കീ ഉപയോഗിച്ച് താഴേക്ക് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ ലൈൻ താഴേക്ക് വരുന്നതായിട്ട് കാണാം. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തും ആ ഒരു വെബ്സൈറ്റിൻ്റെ പേരും അതുപോലെ മെയിൽ ID തന്നെ ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ഒരു ടെക്സ്റ്റ് ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ഫ്രെയിം എടുക്കുന്നു. ടെക്സ്റ്റ് ഫ്രെയിം എടുത്തതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണ്. ഇതിനുള്ളിലേക്ക് വരേണ്ടത് നമുക്ക് ഇംഗ്ലീഷ് തന്നെയാണ്. ഈ ഒരു ഫോണ്ട് തന്നെയാണ്, നമ്മൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല. നമുക്കിതിലേക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. ഇനി ആ ഒരു മെയിൽ ID കൂടെ നമ്മൾ കൊടുക്കുകയാണ്. ഇതിന് റൈറ്റ് സൈഡിൽ ന്യൂസ് പേപ്പർ എന്നുള്ള ഒരു ടെക്സ്റ്റ് കൂടെ നമുക്ക് ചേർക്കാം. അതിന് ഈ ഒരു അലൈൻമെൻറ്റിൽ തന്നെ എന്നുള്ള ഈ ഒരു അക്ഷരം.com എന്നുള്ള അതേ അലൈൻമെൻറ്റിൽ തന്നെ റൈറ്റ് സൈഡിൽ വരാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഇവിടെ നമുക്ക് ആ കോപ്പി പേസ്റ്റ് എന്നുള്ള ഒരു മാർഗ്ഗം തന്നെ ഉപയോഗിക്കുകയാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് C, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് V. ഇപ്പോൾ കോപ്പി പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കീബോർഡിൽ റൈറ്റ് ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ അലൈൻമെൻറ്റിൽ തന്നെ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ട് കാണാം. നമുക്കിനി ഇതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് മാറ്റിയതിന് ശേഷം അവിടെ ന്യൂസ് പേപ്പർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇതിനി ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ റൈറ്റ് അലൈനാണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ കാണാൻ ടെക്സ്റ്റ് ബോക്സിൽ പലതരത്തിലുള്ള അലൈൻമെൻ്റ് ഉണ്ട്. സെൻട്രൽ അലൈൻമെൻ്റ് ഉണ്ട്, അതുപോലെ റൈറ്റ് അലൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അലൈൻമെൻറ്റിൽ തന്നെ ഇവിടെ വരുന്നതായിട്ട് നമുക്കിനി പ്രിവ്യൂ ഒന്ന് കണ്ട് പരിശോധിക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് ഈ ഒരു താഴെയുള്ള ഷേപ്പിന് മുകളിലേക്ക് അക്ഷരങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അവിടെ കേരള സ്കൂൾ കലോത്സവം അത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ആ ഒരു ഭാഗം കൂടി ആണ് നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീണ്ടും ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കാം. ടെക്സ്റ്റ് ബോക്സ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വരയ്ക്കുകയാണ്. നമ്മളിവിടെ മലയാളം ഫോണ്ടാണ്, അനെക് മലയാളം എന്നുള്ളൊരു ഫോണ്ടാണ് നമ്മളിവിടെ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അനെക് എന്ന് നമുക്ക് ഏതാണ് കൺവീനിയൻ്റ് ആ ഒരു ഫോണ്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ അനെക് മലയാളം എന്നുള്ള ആ ഒരു ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫോണ്ടിൻ്റെ സൈസ് 15 കൊടുക്കുന്നു. അതിനുശേഷം ഇതിനുള്ളിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ കീബോർഡ് ഇപ്പോൾ ഇംഗ്ലീഷാണ് നിൽക്കുന്നത്. നമുക്ക് ടൈപ്പ് ചെയ്യാൻ പോകുന്ന മലയാളം ആയതുകൊണ്ട് നമുക്ക് കീബോർഡിൽ ആ വിൻ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ മലയാളമായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് മലയാളത്തിലേക്ക് വരുന്നു.
ഇനി നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. കേരള സ്കൂൾ ശാസ്ത്രോത്സവം എന്നുള്ള ഒരു ടെക്സ്റ്റാണ് ഇപ്പോൾ നമ്മളിവിടെ ചേർക്കാനായിട്ട് പോകുന്നത്. ആ ടെക്സ്റ്റ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളറൊന്ന് മാറ്റാം. കളറ് മാറ്റുന്നതിന് വേണ്ടി ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് വരികയാണ്. അതിലെ ബ്ലാക്ക് എന്നുള്ള നമുക്കൊന്ന് വൈറ്റ് കളറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി അതിൻ്റെ താഴ്വശത്ത് വീണ്ടും നമുക്കൊരു ടെക്സ്റ്റും കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ലോഗോ ഡിസൈൻ ചെയ്യാമെന്നുള്ള ഒരു ടെക്സ്റ്റാണ് ചേർക്കേണ്ടത്. ടെക്സ്റ്റ് ഫ്രെയിം വരയ്ക്കുന്നു. നമുക്കിവിടെ ഉറൂബ് എന്ന ഫോണ്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഉറൂബ് എന്ന ഫോണ്ട്. ഇപ്പോൾ ഉറൂബ് എന്ന ഫോണ്ട് നമുക്കിവിടെ ഒന്ന് ഫോണ്ട് പേര് കൊടുക്കാം. ഇപ്പോൾ കീബോർഡ് മലയാളം ആയതുകൊണ്ട് ഇംഗ്ലീഷിലേക്കൊന്ന് മാറ്റണം. ഇംഗ്ലീഷിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ ഉറൂബ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഒരു 37 കൊടുക്കാം. അതിന് ശേഷം നമുക്കിവിടെ അതിലേക്കൊന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ശേഷം അതിൻ്റെ കളർ നമുക്കൊന്ന് വൈറ്റ് കളറിലേക്ക് ഒന്ന് മാറ്റുന്നതിന് വീണ്ടും നമ്മുടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിന് മുകളിലുള്ള ബ്ലാക്ക് എന്നുള്ളത് വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ടെക്സ്റ്റ് വേണ്ടതുണ്ട്. ആ ടെക്സ്റ്റ് ഇതേ ഫോണ്ടുകൾ തന്നെയാണ് റൈറ്റ് സൈഡിൽ വരുന്നത്, പക്ഷേ കളർ മാത്രമാണ് നമുക്ക് മാറ്റമുള്ളത്. അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. Ctrl+C കോപ്പി എടുക്കുന്നു. Ctrl+V ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം നമുക്ക് കീബോർഡിൽ റൈറ്റ് ആരോ പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ രണ്ടാമത്തെ താഴെയുള്ളതിൻ്റെയും ഇനി ഇതിൻ്റെ ഈ ഒരു ടെക്സ്റ്റും അതിൻ്റെ കളറും ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആദ്യത്തെ ഒരു വീഡിയോയുടെ ഭാഗം അവസാനിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കളറ് മാറ്റുന്നത് അതുപോലെ ടെക്സ്റ്റ് മാറ്റുന്ന ഈ 2 കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് മാറ്റാം. ഇപ്പോൾ ടെക്സ്റ്റ് മാറ്റുന്നതിന് വേണ്ടി ഈ ഒരു ടെക്സ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തു. അതിനുശേഷം ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിലവിലുള്ളത് ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പുതുതായിട്ട് ടൈപ്പ് ചെയ്ത് അവിടെ കൊടുക്കുകയാണ്. സ്കൂൾ കായികമേളയ്ക്ക് ഒന്ന് കൊടുക്കുന്നു. അതിൻ്റെ കളറ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളറ് യെല്ലോ കളറാക്കി കൊടുക്കാം. വൈറ്റ് എന്നുള്ള യെല്ലോ ആക്കി കൊടുക്കുന്നു. അതുപോലെ ലോഗോ ഡിസൈൻ ചെയ്യാമെന്നുള്ള ഇതിൻ്റെയും ടെക്സ്റ്റ് ഒന്ന് മാറ്റുകയാണ്. ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയും കളർ നമുക്കൊന്ന് മാറ്റേണ്ടതുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഈ വൈറ്റ് എന്നുള്ളത് യെല്ലോ കളറിലേക്ക് ഒന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ആദ്യഘട്ട പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.